1000 മുട്ട വിരിഞ്ഞ് 1000 പാമ്പ് കുഞ്ഞുങ്ങളുണ്ട്. സർപ്പസന്താനം വേണമെന്നാണല്ലോ വരം. വിനതയുടെ മുട്ട പൊട്ടിയിട്ടില്ല, 2 ഉള്ളത് അവിടെ ഇരിക്കുക, അനങ്ങണില്ല. ഗ്രഹപ്പിഴയിലോ കദ്രുവിൻ്റെ മുട്ട പൊട്ടി 500 കൊല്ലം കഴിഞ്ഞപ്പോൾ അവൾക്ക് 1000 മക്കളുണ്ടായി. പാമ്പങ്ങളാണ്, ശരിയാ, അത് അവൾ ചോദിച്ചു പഠിച്ചതാ. ഞാൻ ചോദിച്ച 2 മുട്ട അനങ്ങണില്ലല്ലോ, അത് എന്താ? അത് ആകെ അങ്ങോട്ട് എന്താ പറയുക, അക്ഷമയായി. വിനത എന്തെങ്കിലും വരട്ടെന്ന് വിചാരിച്ചു ഒരു മുട്ട എടുത്തിട്ട് പൊട്ടിച്ചു. പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് ഒരുത്താൻ പുറത്തേക്ക് ചാടി. അയാൾക്ക് അരയ്ക്കുന്ന് കീഴ്പ്പെട്ട് ശരീരമില്ല, അരയ്ക്കുന്ന് മേപ്പെട്ടേ ഉള്ളൂ. എന്തൊരു കഷ്ടം നോക്കണേ. 500 കൊല്ലം കഴിഞ്ഞപ്പോൾ വിനത പൊട്ടിച്ച ആദ്യത്തെ മുട്ടയിൽ നിന്ന് വന്ന സന്താനം അർദ്ധകായൻ എന്നാണ് പറയുന്നത്. പകുതി ശരീരമുള്ള, അരയ്ക്കുന്ന് കീഴ്പ്പെട്ടില്ല. എൻ്റെ അമ്മ വിനതേ, ഈ സാഹസം എന്തിനു കാണിച്ചു? കദ്രുവിൻ്റെ മുട്ട 1000 മുട്ട പൊട്ടി കുട്ടികളുണ്ടായാലുള്ള ആ ഈർഷ്യ, അസൂയ, മത്സരബുദ്ധി, കുശുമ്പ്, ഇതുകൊണ്ടൊക്കെയല്ല അമ്മ എൻ്റെ ഈ മുട്ട പൊട്ടിച്ച് എനിക്കിപ്പോൾ പകുതി ശരീരമുള്ളൂ. അതുകൊണ്ട് അമ്മയെ ഞാൻ ശപിക്കണു. അമ്മ ഈ കദ്രുവിൻ്റെ ദാസിയായി തീരും എന്ന് ഈ വിനതയുടെ ആദ്യത്തെ മകൻ അർദ്ധകായൻ, പകുതി ശരീരം മാത്രമുള്ളവൻ, അരയ്ക്കുന്ന കീഴ്പ്പെട്ടില്ല, അവൻ ശപിച്ചു. പക്ഷെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കിയോളൂ, ഒരു മുട്ടയും കൂടി ഉണ്ട്, അത് ഇനി പൊട്ടിക്കരുത്. അത് 500 കൊല്ലം കഴിയുമ്പോൾ വിരിയും, ആ മുട്ട തന്നെ വിരിഞ്ഞോളും. അതിൽ നിന്ന് ഒരുത്തുണ്ടാവും ഒരു മകൻ, അവൻ അമ്മയെ എൻ്റെ ഈ ശാപം, എന്ത് കദ്രുവിൻ്റെ ദാസിയായി തീരട്ടെ എന്ന ശാപം, ആ ദാസ്യത്തിൽ നിന്ന് അമ്മയെ അവൻ മോചിപ്പിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ മുട്ട ധൃതി പിടിച്ച് ഉടയ്ക്കരുത്, അതൊന്നും ചെയ്യരുത്, അത് ആ ചൂട് ഉള്ള പാത്രത്തിൽ അവിടെ ഇരിക്കട്ടെ, അമ്മ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈ അരുണൻ, ഇവൻ്റെ പേര് അരുണൻ എന്നാ, അരുണൻ എന്ത് ചെയ്തു? നേരെ ജോലിക്ക് പോയി. അദ്ദേഹത്തിന് സൂര്യൻ്റെ തേരാളിയായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി.